ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദി ഹിൽസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിന് മുൻപ് നന്ദി ഹിൽസിലേക്കുള്ള ഒരു റോഡ് ട്രിപ്പ് വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് കാണാത്തവർക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ നന്ദി ഹിൽസിൽ നിന്നുള്ള അതിമനോഹരമായ സൺറൈസ് കാണാനുള്ള യാത്രയാണ്. സ്റ്റാർട്ടിങ്ങിൽ നിന്നും ഞങ്ങൾ വാഹനത്തിന് പാസ് എടുത്തിരുന്നു. അതിൽ 6 പേർക്ക് മുകളിലേക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകം ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. ഈ മുകളിലെത്തിക്കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യമുണ്ട്, അവിടെ നിർത്താലും മതി. വീക്കെൻഡ് അല്ലാഞ്ഞിട്ട് കൂടി നല്ല തിരക്കാണ്. ഞങ്ങളൊരു തിങ്കളാഴ്ചയാണ് ഇവിടേക്ക് പോയത്. നല്ല തണുപ്പുണ്ട്. മഞ്ഞ് പെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ നനഞ്ഞാണ് ഞങ്ങൾ കയറി പോകുന്നത്. ഞങ്ങൾ നല്ല ഷാളും ഒക്കെ തലയിലിട്ടാണ് നടന്നത്. വെളുപ്പാങ്കാലത്ത് തന്നെ നല്ലതായിട്ട് ഇഷ്ടംപോലെ ആളുകൾ ഈ നന്ദി ഹിൽസിലേക്ക് വരുന്നുണ്ട്. ഈ വലിയ തണുപ്പിനെയോ കോടമഞ്ഞിനെയോ ഒന്നും ആരും വകവയ്ക്കുന്നില്ല. ഒന്നും വകവയ്ക്കാതെ ആളുകൾ ഈ കോടമഞ്ഞിൽ ഇങ്ങനെ മുങ്ങി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് ഈ കോട്ടയ്ക്കുള്ളിലേക്കാണ് കയറേണ്ടത്. മുകളിലോട്ടുള്ള സ്റ്റെപ്പ് വഴി കടന്നു പോകാനും മടിയുള്ളവർക്ക് ബസ്സിലും നമുക്ക് മുകളിലെത്താനായിട്ട് കഴിയും. തിരക്ക് കുറഞ്ഞ സമയമാണെങ്കിൽ സ്വകാര്യ വാഹനങ്ങളും മുകളിലേക്ക് കടത്തി വിടുന്നുണ്ട്. നമുക്കിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി കോടമഞ്ഞും തണുപ്പും ഒക്കെ ആസ്വദിച്ച് ഇതിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് അറിഞ്ഞ് ഒക്കെ പോകുന്നത് തന്നെയാണ് ഒരു രസം. ഞങ്ങൾ ഒരാഴ്ച മുൻപെയാണ് അവിടെ പോയത്. ഇപ്പോൾ അവിടെ 10ലും താഴെയാണ് തണുപ്പ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ അവിടെ എത്തിയാൽ തന്നെയാണ് ഈ കാഴ്ചകളൊക്കെ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റൂ. സിറ്റിയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടേക്ക്. ഞങ്ങളൊരു വെളുപ്പിന് ഒരു 4 മണിക്ക് ഇറങ്ങിയതാണ്. 1.5 മണിക്കൂർ കൊണ്ടൊക്കെ വെളുപ്പിന് സമയമായതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞു. വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഇതുവരെയും വരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഹിൽ ടോപ്പിലേക്ക് കയറണമെങ്കിൽ ഇനി ധാരാളം സ്റ്റെപ്പുകൾ കയറണം. വെളുപ്പിനായതുകൊണ്ട് നല്ല തണുപ്പും ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ല സ്പീഡിൽ നല്ല ഉന്മേഷത്തോടെയാണ്. സ്റ്റെപ്പ് കയറാതെ വാഹനങ്ങളിൽ വരുന്നവർക്ക് കിട്ടുന്ന ഒരു ഫീലല്ല ഇവിടേക്ക് സ്റ്റെപ്പ് കയറി വരുന്നവർക്ക് കിട്ടുന്നത്. വരുന്ന വഴിക്ക് നല്ല യൂക്കാലിപ്സിൻ്റെയൊക്കെ മണമൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് നമുക്ക് നടക്കാം. ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇടയ്ക്ക് ധാരാളം ട്രീ ഹൗസുകളൊക്കെ ഉണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാൻ. ഈ നല്ല കോടമഞ്ഞിൻ്റെ ഇടയ്ക്കൂടെ അതൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ പോകാം. ഇടയ്ക്ക് നല്ല കുറേ ട്രീ ഹൗസുകളൊക്കെ കണ്ടു. നല്ല ഫ്രഷ് എയറൊക്കെ ആസ്വദിച്ചുള്ള നടപ്പാണ്. ഈ സമയത്ത് വരുന്നവരെല്ലാം സൂര്യോദയം ആസ്വദിക്കാൻ വരുന്നവർ തന്നെയാണ്. ഈ വശങ്ങളിലൊക്കെ ബാംബു ഹൗസുകൾ ധാരാളം ഉണ്ട്. അവിടെയൊക്കെ കയറി നമുക്ക് ദൂരേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം, ഫോട്ടോ ഒക്കെ എടുക്കാം. ഡേ ടൈമിൽ വരുന്നവർക്കാണെങ്കിൽ അതൊക്കെ കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ ഈ പോകുന്ന ആളുകളെല്ലാം വളരെ സ്പീഡിൽ മുന്നോട്ട് നടന്ന് കയറുകയാണ് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട്. സ്കൂള് കോളേജൊക്കെ ടൂർ ടൈമൊക്കെ ആയതുകൊണ്ട് ധാരാളം കുട്ടികളുമുണ്ട്. അതിൻ്റെ ബഹളവും നല്ല ഒച്ചയും ഒക്കെ ഉണ്ട്. മുകളിലേക്ക് നടക്കുമ്പോൾ തൊട്ട് മുന്നിൽ പോകുന്നവരെ പോലും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ലായിരുന്നു. അതുപോലെ കോടമഞ്ഞായിരുന്നു. പക്ഷേ നല്ല വൃത്തിയും നല്ല വൃത്തിയുള്ള വഴികളും നല്ല പടിക്കെട്ടും ഒക്കെയാണ്. നമുക്ക് ഒട്ടും ആയാസം കൂടാതെ തന്നെ നടന്നു കയറാൻ പറ്റുന്ന തരത്തിലായിരുന്നു. ഇത്രയും വഴിവിളക്കുകളുണ്ട്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. നന്ദി ഹിൽസിലെ പല കാഴ്ചകളും അതുപോലെ അവിടേക്കുള്ള വഴികളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള സൈൻ ബോർഡുകളും ചാർട്ടുകളും ഒക്കെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. വൻമരങ്ങളുടെ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അതിൻ്റെ അടിയിലൂടെ ആ മേഘപാളികളുടെ ഇടയിലൂടെയുള്ള നടപ്പ് വളരെ മനോഹരമാണ് ഈ കാഴ്ച. നമ്മളിപ്പോൾ ഏകദേശം ഹിൽ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. നിരപ്പായ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ ഞങ്ങളുടെ മുന്നേ തന്നെ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. ദൂരെ വലിയൊരു ഹോട്ടലൊക്കെ കാണുന്നുണ്ട്. KSTDയുടെയൊക്കെ ഹോട്ടലാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നന്ദി ഹിൽസിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ കുറേ വെയിറ്റിംഗ് ഏരിയകളൊക്കെ ഉണ്ട്. വാച്ച് ടവറുകളും ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നേരിൽ കാണാം. തലയിലേക്ക് മഞ്ഞവെള്ളമൊന്നും നേരിട്ട് വീഴാതെ തന്നെ നിന്ന് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വലിയ തിരക്കൊക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ മുകളിൽ കയറി നിന്ന് കാണാം. ഇതിന് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടെന്നൊന്നും അറിയത്തില്ല. വലിയ തിരക്കൊക്കെ വരുമ്പോൾ ഒത്തിരി ആളുകളെല്ലാം കയറി നിന്നാൽ എങ്ങനെയാകുമെന്ന് അറിയത്തില്ല. എന്തായാലും ആളുകളൊക്കെ അതിലൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട്. ഞങ്ങളും അതിലൂടെ വെറുതെ ഒന്ന് കയറി ഇറങ്ങിയതേ ഉള്ളൂ. അവിടെ നിന്ന് നോക്കി നമുക്ക് വളരെ ദൂരേക്ക് കാണാം.
പക്ഷേ ഇവിടെ മേഘങ്ങളും കോടമഞ്ഞും വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് വാലിയുടെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കോടമഞ്ഞ് ആസ്വദിക്കാം. കോടമഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന നന്ദി ഹിൽസിൻ്റെ കാഴ്ചകൾ കാണാം. വെയിലൊക്കെ വന്നു കഴിയുമ്പോൾ കാണുന്ന നന്ദി ഹിൽസിൻ്റെ കാഴ്ചകൾ വേറൊരു ഫീലായിരിക്കും. നമ്മൾ ദൂരെ കണ്ട ഹോട്ടലുകൾ മാത്രമല്ല, ഇവിടെ വേറെയും ഹോട്ടലുകളൊക്കെ കാണുന്നുണ്ട്. അതും KSTDയുടെ ഹോട്ടൽ തന്നെയാണെന്ന് തോന്നുന്നു. സൺറൈസും സൺസെറ്റും ഒക്കെ കണ്ട് ഇവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങണമെങ്കിൽ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുക തന്നെ വേണം. ഞങ്ങൾ 3 മണിക്ക് എഴുന്നേറ്റ് റെഡിയായിട്ടാണ് ഇവിടെ 4 മണിക്ക് ഇറങ്ങി ഒരു 60 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്ത് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ വലിയ തിരക്കുകളുണ്ടെങ്കിലൊക്കെ നമുക്ക് സൂര്യോദയം കാണാൻ തന്നെ പറ്റുന്ന സമയത്ത് ഇവിടെ ചിലപ്പോൾ എത്താൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിരുന്നു. പതുക്കെ അങ്ങാലെ അങ്ങനെയൊന്നും എന്നെ മറച്ചു വയ്ക്കാനാവില്ലെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മേഘങ്ങളെ വകഞ്ഞു മാറ്റി തേജോഗോളം അങ്ങനെ കാണാനാവുന്നുണ്ട്. എന്തായാലും ഇതുപോലൊരു സമയത്ത് വന്നാൽ മാത്രമേ ഇതുപോലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റൂ, ഇതുപോലൊരു ഫീൽ നമുക്ക് കിട്ടൂ. ഈ സമയത്ത് ഇവിടെ ധാരാളം ആളുകളുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ബഹളമാണ്. സൂര്യൻ അങ്ങോട്ട് കാണാനായ സമയത്തെ ഇവിടുത്തെ ഒച്ചയും ബഹളവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. തെളിഞ്ഞു വരുന്ന സൂര്യനെ വീണ്ടും മേഘങ്ങൾ വന്നങ്ങനെ മൂടുകയാണ്. ഇപ്പോൾ കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മേഘങ്ങളിങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ മാറി പോകുന്നതും നമുക്ക് കാണാം. അതൊക്കെ കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ച തന്നെയാണ്. ഇഷ്ടംപോലെ സന്ദർശകരുണ്ട്. എത്ര ആളുകൾ വന്നാലും അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ വിശാലമായ ഒരു പ്രദേശമാണ് നന്ദി ഹിൽ ടോപ്പ്. ഇഷ്ടംപോലെ ഇരിപ്പിടങ്ങളൊക്കെ സന്ദർശകർക്കായിട്ട് ഒരുക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടതുവശത്തായിട്ട് കാണുന്നത് മേഘങ്ങളാണ്. നമ്മൾ നിൽക്കുന്ന ലെവലിലും താഴെയായിട്ടാണ് ഈ മേഘങ്ങൾ കാണുന്നത്. ഇതൊരു വലിയ കാഴ്ച തന്നെയാണ്. ഇനി ഇവിടെയെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണാം. ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റിൽ നിന്ന് സൂര്യോദയം കാണുക എന്നത് തന്നെയായിരുന്നു ഇന്നത്തെ ലക്ഷ്യം. അതെന്തായാലും സാധിച്ചു. 360 ഡിഗ്രി ആംഗിൾസിൽ എല്ലായിടത്തും ഇതുപോലെ വ്യൂ പോയിന്റുകളുണ്ട്. നന്ദി ഹിൽസ് പൂർണ്ണമായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുക തന്നെ വേണം. മേഘങ്ങളേക്കാൾ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മലകളാണ്. നയന മനോഹരമായൊരു കാഴ്ച വരുന്നതാണ് നന്ദി ഹിൽസ് തരുന്നത്. അതുപോലെ വെയിറ്റിംഗ് ഏരിയയും ഒക്കെ ഉണ്ട്. ഇവിടെയും മേഘങ്ങളുടെ വിസ്മയകരമായ ഒരു കാഴ്ച തന്നെയാണ്. നീലയും വെള്ളയും നിറഞ്ഞ ആകാശ മേലാപ്പ് കണ്ട് മുന്നോട്ട് പോവാം. ഈ ഒരു സ്പോട്ടിലും ഇഷ്ടംപോലെ കാഴ്ചക്കാരുണ്ട്. ഇവിടെയും വെയിറ്റിംഗ് ഏരിയയും ഒക്കെ ഉണ്ട്. നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല സ്ഥലം തന്നെയാണ് നന്ദി ഹിൽസ്. ഇവിടെ ചെറിയൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. എന്തൊക്കെയോ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ കാണാം. എന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തു. ഇനി താഴേക്കൊരു വഴിയൊക്കെ കാണുന്നുണ്ട്. നല്ല വെളുത്ത പാറയാണ്, കാണാൻ നല്ല ഭംഗിയുള്ള പാറകൾ. ഈ വെളുത്ത പാറയിൽ നിന്ന് താഴോട്ട് ചെറിയ കുറേ ഭംഗിയുള്ള പടികൾ വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെയാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പോകുന്നതും കയറി വരുന്നതുമൊക്കെ. ഇപ്പം കുറച്ച് പ്രകാശമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും സമയം ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കും ഈ പടികളൊക്കെ ഇറങ്ങി താഴേക്ക് പതുക്കെ പോവാം. ഈ നന്ദി ഹിൽസിൻ്റെ ഈ ടോപ്പിലൊക്കെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. ആ സ്ഥലങ്ങളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. സൂര്യോദയം കാണുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ലക്ഷ്യം. അത് കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കാനില്ലായിരുന്നു. അരക്കാവതി നദിയുടെ ഉത്ഭവം നന്ദി ഹിൽസിലെന്നാണെന്ന് കേട്ടിട്ടുണ്ട്. കുറേ സൈൻ ബോർഡുകളൊക്കെ താഴെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. താഴ്വര കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇനിയും കൂടുതൽ സമയം ഇവിടെ ചിലവാക്കിയെങ്കിലേ പറ്റൂ. ഇനി നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒരു വശത്ത് ധാരാളം യൂക്കാലിപ്റ്റസ് മരങ്ങൾ പോലെ പൈൻ മരങ്ങളുമാണ്. മറുവശത്ത് നല്ല വനം പോലെയൊക്കെയാണ് തോന്നുന്നത്. യൂക്കാലിപ്റ്റസിൻ്റെ ഗന്ധമൊക്കെ ആസ്വദിച്ച് നമുക്ക് താഴോട്ടിറങ്ങാം. അതുപോലെ ബാംബു ഹൗസും ട്രീ ഹൗസും ഒക്കെ ധാരാളമുണ്ട് ഇതിനിടയിൽ. അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോഷൂട്ടൊക്കെ നടത്താം. അപ്പോൾ എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഓരോ മരങ്ങളുടെയും വലിപ്പവും അതുപോലെ രൂപവും ഒക്കെ ഓരോ തരം പ്രത്യേകതയാണ്. അവിടെ ഇരുന്ന് വളരെ ദൂരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കോടമഞ്ഞ് കൂടുതലുള്ള സമയം അല്ലെങ്കിൽ വളരെ ദൂരെയുള്ള കാഴ്ചകൾ അവിടെ ഇരുന്ന് നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റും. ഇഷ്ടംപോലെ മരങ്ങൾ ഉള്ളതുകൊണ്ട് പക്ഷികളും ധാരാളമുണ്ട്. അവയുടെ കലപില ശബ്ദമൊക്കെ കേട്ട് ആസ്വദിച്ച് താഴേക്ക് ഇറങ്ങാം. തിരികെ ഇറങ്ങി വരുന്ന വഴിയിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടായിരുന്നു.
ഞങ്ങൾ അവിടെയും കയറി. നല്ല തണുപ്പത്ത് ഒരു ചൂട് കാപ്പിയും ചൂട് മോമോസും ഒക്കെ കഴിച്ചു. ഇത്രയും നടന്നപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും കാഴ്ചകൾ കണ്ട് താഴോട്ടിറങ്ങുകയാണ്. പ്രകാശമൊക്കെ എത്തിയതുകൊണ്ട് വാലിയിലെ കാഴ്ചകളൊക്കെ കുറച്ച് കാണാൻ കഴിയുന്നുണ്ട്. സ്റ്റേ ചെയ്യാൻ കഴിയുമെങ്കിൽ അരക്കാവ് തിരുവരൻ്റെ ഉത്ഭവസ്ഥാനവും അതുപോലെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തെ ആളുകളെ ശിക്ഷിച്ചിരുന്ന ടിപ്പു ഡ്രോപ്പ്, ടിപ്പുവിൻ്റെ സമ്മർകാല വസതിയൊക്കെ കാണാൻ കഴിയും. ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം സൺറൈസ് കാണുക, കോടമഞ്ഞ് ആസ്വദിക്കുക എന്നത് മാത്രമായിരുന്നുകൊണ്ട് ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ല. പോകുന്ന വഴികളിൽ നമുക്ക് വാഷ്റൂമുകളൊക്കെ ആവശ്യത്തിനുണ്ട്. മുകളിലൂടെ പോയപ്പോൾ നമ്മൾ നല്ല കോടമഞ്ഞും ഇരുട്ടുമൊക്കെ ആയിരുന്നുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോഴാണ് ഈ വശത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത്. നന്ദി ഹിൽസിൻ്റെ ഈ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഈ സീസൺ തന്നെയാണ് നല്ലത്. എനിക്ക് നന്ദി ഹിൽസ് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ക്ലൈമറ്റും നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. പല ഹിൽ ഏരിയകളിലും കടൽ തീരത്തും പ്രത്യേകിച്ച് കന്യാകുമാരിയിലും ഒക്കെ പോയിട്ട് സൺറൈസ് കണ്ടിട്ടുണ്ട്. ഓരോ സ്ഥലത്തും കാണുന്നത് ഓരോ തരം സൗന്ദര്യമാണ്, വ്യത്യസ്ത ഫീലും. ബാംഗ്ലൂർ വന്നാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് നന്ദി ഹിൽസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്കിഷ്ടമായതുപോലെ തന്നെ നിങ്ങൾക്കും നന്ദി ഹിൽസ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.